2 മെസ്സേജുകളെങ്കിലും വന്നിട്ടുള്ളത്. ഈ ഇളയ കുട്ടീനെ പ്രഗ്നന്റ് ആയിരുന്നു, അപ്പോൾ ഞാൻ മൂത്ത കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഈ പറയുന്നത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ശരിയാണെന്നൊന്നുമല്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഇളയ കുട്ടികളെന്ന് വെച്ചാൽ ഇമോഷൻസ് ഭയങ്കര ലൗഡാണ്, അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. മൂത്ത കുട്ടികളാണെങ്കിൽ കോൺഫിഡൻസും ഇല്ല, എല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്യും. നമ്മളാണെങ്കിലും പറയും അത് കുഞ്ഞല്ലേ, നീ കൊടുക്കും. മൂത്ത കുട്ടി ചെയ്തിട്ടുള്ള പല വിട്ടുവീഴ്ചകളും നമ്മൾ ഇളയ കുട്ടികളുടെ അടുത്ത് പറയാനും വിട്ടു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് വെച്ചാൽ എൻ്റെ 3 വയസ്സുള്ള കുട്ടി ഒറ്റയടിക്ക് വലുതാണെന്നോ എല്ലാം മനസ്സിലാക്കണമെന്നൊന്നും എനിക്കില്ല. എൻ്റെ PVക്ക് എല്ലാവരും പറയാം മോശമല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടിട്ടുണ്ട്. പിന്നെ സ്കാനിനും ബ്ലഡ് ടെസ്റ്റിനും എല്ലാം എൻ്റെ കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോഴും കുഞ്ഞിന് വേണ്ടി മേടിക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് ആലോചിച്ചിട്ട് മേടിക്കുക. അവളിപ്പോൾ അത് വെച്ച് കളിക്കുവാണെങ്കിലും അയ്യോ ചീത്തയാവും അവിടെ വെക്കുന്നതെന്ന് ഞാൻ പറയത്തില്ല. ചീത്തയാവും തോന്നുമ്പോൾ ഞാൻ പറയും നീ അല്ല ഇത് അടുക്കി വെക്കേണ്ടത്, നിനക്കല്ല ഇത് ശരിക്കറിയാം. അമ്മ ഭയങ്കര കൺഫ്യൂസ് എങ്ങനെ പറയുമ്പോഴത്തേനും അവളെ എടുത്ത് അടുക്കി വെക്കൂട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ ഒരു വാശിയായിരുന്നു ഞാൻ അവളെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റേഷണൽ ഡയബറ്റിക്കായിരുന്നു, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പിന്നെ എന്നെ തവിട് പൊടിയാക്കിയ ഒരു പ്രഗ്നൻസിയാണത്. എങ്കിലും ഞാൻ വിചാരിച്ചു അവിടെ വീണ് ചത്താലും വേണ്ടുള്ളൂ ഞാൻ കുട്ടീനെ എടുക്കുമെന്ന്. ഞാൻ 9th മന്ത് ആ പ്രഗ്നൻസിയുടെ രാവിലെ, അതായത് ഡെലിവറിയുടെ രാവിലെ എനിക്ക് ഡെലിവറി പെയിൻ വന്നിട്ട് ഈ കുട്ടീനെ എടുത്ത് ഞാൻ ഒരിക്കൽ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഡെലിവറിക്ക് പോയത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇമോഷണലി ഇതൊന്നും ഞാൻ പറയാറില്ല. ഇനി ഒരാളൂടെ വരികയാണ്, അമ്മയ്ക്ക് ഇനി അവനെയും അല്ലെ അവളെയും നോക്കണ്ടേ, അങ്ങനൊന്നും ഞാൻ പറയാറില്ല. അതൊക്കെ മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് ബോധമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ എപ്പോഴും പറയും കുഞ്ഞ് വരുന്നുണ്ട്, വാർത്ത വേണം എല്ലാം ചെയ്യാൻ, നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നീ എൻ്റെ അസിസ്റ്റന്റ് ആവണം, അങ്ങനെയൊക്കെയായിരുന്നു പറയാറുള്ളത്. പിന്നെ ഞങ്ങൾ ആ സമയത്താണ് നാട്ടിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ കുഞ്ഞിന് എപ്പോഴും വെളിയിൽ കളിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര, നമുക്ക് ആ സമയത്ത് ഭയങ്കര ചൂടല്ല, എനിക്ക് എന്തോ അലർജി ഉള്ളായിരുന്നു, മാംസമൊക്കെ ഇങ്ങനെ ഇട്ട് വീഴും തോന്നിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ആ തിണ്ണ കിടക്കും, കൊച്ചു വെളിയിൽ കിടക്കും. ചിലപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 8 തൊട്ട് സ്കൂളില്ലാത്ത, ആദ്യമൊക്കെ സ്കൂളില്ലല്ലോ, അപ്പോൾ അവൾ 9 മണി വരെയും ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ അവളെ ഇങ്ങനെ കളിപ്പിച്ച് രസിപ്പിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ശരീരം ഇങ്ങനെ പറയും ജെഫി നീ കുറച്ചൊക്കെ കിടക്കുക, അല്ലെങ്കിൽ നിന്റെ നടുപൊട്ടും. പക്ഷേ എൻ്റെ മനസ്സ് പറയും ജെഫി നീ ഭയങ്കര സംഭവമാണ്, നീ കിടക്കരുത്, നിന്നെ കൊണ്ട് ഇത് പറ്റുള്ളൂ, നീ കൊച്ചിനെ നോക്കണം. കാര്യം ഞാൻ മാർത്ത എപ്പോഴും ഒരുമിച്ചായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് ഞാൻ കിടക്കുന്നു, കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയും ഇല്ല ജെഫി നിന്നെ കൊണ്ട് പറ്റും, നീ ഭയങ്കര സംഭവമാണ്, നീ അവളെ എടുക്കണമെന്ന്. നമുക്ക് പക്ഷേ ഒരു 8 മന്തൊക്കെ ആകുമ്പോൾ പേരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു മെയ്ഡിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഇവർക്ക് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ.